ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. പ്രിയപ്പെട്ടവരെ, ഷാലോമിന്റെ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഈശോയുടെ അനുഗ്രഹം തേടി അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന നമുക്ക് വലിയ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ലോകത്തിൽ എവിടെയായിരുന്നാലും ഏതു സ്ഥലത്തായിരുന്നാലും കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മത്തായിയുടെ സുവിശേഷം 11:28 ഇപ്രകാരം വചനം നമ്മോട് പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വീണ്ടും സങ്കീർത്തനം 56:8 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മുടെ അധ്വാന ഭാരങ്ങൾ, ജീവിതത്തിൻ്റെ അലച്ചിലുകൾ, നമുക്ക് എണ്ണി തീർക്കുവാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ഭാരങ്ങൾ എല്ലാം നമുക്ക് സർവശക്തനായ നമ്മെ രക്ഷിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സങ്കീർത്തനം 34:10 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ വേദനകളെ എല്ലാം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ അധ്വാന ഭാരങ്ങളെ നമുക്ക് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. യേശു ഇന്ന് നമ്മെ സന്ദർശിക്കുന്ന രാത്രിയാണ്. യേശു ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. യേശു ഇന്ന് നമുക്ക് പുതുജീവൻ പ്രദാനം ചെയ്യുന്ന രാത്രിയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3:20 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവനോടുകൂടി വിരുന്നിനിരിക്കുകയും ചെയ്യും. അതെ, വാതിലുകൾ തുറക്കപ്പെടേണ്ട രാത്രികളാണിത്. ഹൃദയത്തിൻ്റെ വാതിലുകൾ, ജീവിതത്തിൻ്റെ വാതിലുകൾ, കുടുംബത്തിൻ്റെ വാതിലുകൾ നിന്റെ കർത്താവിൻ്റെ മുൻപിൽ നീ ഈ നിമിഷങ്ങളിൽ തുറന്നു കൊടുക്കുക. ഇന്ന് നീ അകപ്പെട്ടിരിക്കുന്ന പാവാവസ്ഥകളിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിക്കും. ഇന്ന് നീ ക്ലേശിക്കുന്ന രോഗപീഠകളിൽ നിന്ന് കർത്താവ് നിനക്കൊരു ഉയർപ്പ് നൽകും. പാപത്തിൻ്റെ അന്ധകാരത്തിൽപ്പെട്ട് ഉഴലുന്ന ഒരു ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, സഹോദരി, ഈ രാത്രിയിൽ കർത്താവ് നിനക്കൊരു ഉത്ഥാനം നൽകും. വലിയ പ്രത്യാശയോടെ ആശ്വാസം നൽകുന്ന, അതെ, ജീവിതത്തിൻ്റെ അധ്വാന ഭാരത്താൽ വലഞ്ഞ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞ് കടന്നു വരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, അഞ്ചന കല്ലുകൊണ്ട് നിനക്ക് ഞാൻ അടിസ്ഥാനമിട്ട് ഇന്ദ്രനീലം കൊണ്ട് ഞാൻ നിന്നെ പണിതുയർത്തും. അതെ, പീഡിപ്പിക്കപ്പെട്ടവളാണ് എങ്കിൽ, പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ആശ്വാസം ലഭിക്കാത്ത അവസ്ഥകളാണ്, രാത്രികളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ, ഉറക്കം കിട്ടാത്ത ജീവിത ഭാരങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ യേശു നിന്നെ വിളിക്കുന്നു. അന്ന് തളർവാദ രോഗിയോട് കർത്താവ് പറഞ്ഞു: എഴുന്നേറ്റ് നടക്കുക. മരിച്ചുപോയ ബാലികയുടെ അടുത്ത് നിന്ന് കൈക്ക് പിടിച്ച് കർത്താവ് ഉയർപ്പിച്ചിട്ട് പറഞ്ഞു: ബാലികയെ, നീ എഴുന്നേൽക്കുക. ഇന്ന് തളർന്നു കിടക്കുന്ന, ജീവിത ഭാരത്താൽ തളർന്നു കിടക്കുന്ന, പാപത്തിന്റെ അന്ധകാരത്തിൽപ്പെട്ടുഴലുന്ന, അതെ, അധ്വാന ഭാരത്താൽ തളർന്നു പോയ നിന്റെ കരം പിടിച്ചുകൊണ്ട് സർവശക്തനായ കർത്താവ് ഈ രാത്രിയിൽ പറയുന്നു: മകനെ, മകളെ, നീ എഴുന്നേൽക്കുക. നീ എഴുന്നേറ്റ് നിന്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ മുൻപിലേക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്കൊരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ജീവിത ഭാരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. അധ്വാന ഭാരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തിൻ്റെ അവസ്ഥകളെ സമർപ്പിക്കാം. അതെ,
ആശ്വാസം ലഭിക്കാത്ത അവസ്ഥയിലൂടെയാണ് നീ ഇന്ന് കടന്നു പോകുന്നതെങ്കിൽ നിന്റെ കർത്താവ് നിന്റെ ചാരെ നിന്നുകൊണ്ട് നിന്നെ വിളിക്കുന്നു. അധ്വാനിച്ച് തളർന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ഇതാ നിന്റെ അധ്വാന ഭാരം കർത്താവ് ഏറ്റെടുക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ വാതിൽക്കൽ വന്നുകൊണ്ട്, നിന്റെ ഹൃദയ വാതിൽക്കൽ വന്നുകൊണ്ട് കർത്താവ് നിന്നെ മുട്ടി വിളിക്കുന്നു. തുറക്കുക മകനെ, തുറക്കുക മകളെ നിന്റെ ഹൃദയ വാതിലുകള്, നിന്റെ ഭവനത്തിന്റെ വാതിലുകള്, ജീവിതത്തിന്റെ വാതിലുകള് യേശുവിന് വേണ്ടി തുറന്നു കൊടുത്തുകൊണ്ട് കർത്താവ് നൽകുന്ന ആശ്വാസം സ്വീകരിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. യേശുവേ, യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. ആ സ്വരം കേട്ട് അതെ പ്രിയപ്പെട്ട മകനെ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നു, നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നു. ആ സ്വരം കേട്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം പാടി പ്രാർത്ഥിക്കാം. ശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. കർത്താവിന്റെ വിളിയുടെ സ്വരം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മെ തന്നെ അവിടുത്തെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. അതെ, ജീവിതത്തിന്റെ അവസ്ഥകളെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പാപത്തിന്റെ അവസ്ഥകള്, രോഗത്തിന്റെ അവസ്ഥകള്, അന്ധകാരത്തിൽ ആണ്ടുപോയിരിക്കുന്ന അവസ്ഥകള് കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തി ഒരു വിടുതലിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, ഒരു മോചനത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതി
യേശുവിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു കൊടുക്കാം. അവിടെ നമ്മുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിലേക്ക് കർത്താവ് കടന്നു വന്ന് സാന്നിധ്യം ഉറപ്പിക്കട്ടെ. യേശുവിനോടുകൂടി ജീവിക്കുവാനുള്ള കൃപ അവിടെ നമുക്ക് നൽകട്ടെ. നമ്മുടെ ഹൃദയവാതിലുകൾ കർത്താവിന് തുറന്നു കൊടുക്കാം. ജീവിതത്തിന്റെ അവസ്ഥകളെ തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് തുറന്നു വെക്കാം. വാതിൽക്കൽ വന്നിങ്ങു മുട്ടിയിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന അരുമപിതാവിന്റെ ഇമ്പസ്വരം നീ ഇന്നു ശ്രവിച്ചിടുമോ? ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോയും ശിഷ്യന്മാരും കൂടി കടലിലൂടെ യാത്ര ചെയ്യുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോയും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈശോ ആ വള്ളത്തിൻ്റെ അമരത്ത് തലയണ വെച്ച് സുഖമായിട്ട് ഉറങ്ങുന്നു. അപ്പോഴതാ അപ്രതീക്ഷിതമായിട്ട് വലിയ കാറ്റ് കോളും കടലിലുണ്ടാവുന്നു. തിരമാലകൾ ആഞ്ഞടിച്ചു. വള്ളം ഇപ്പോൾ തന്നെ മുങ്ങുമെന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. ശിഷ്യന്മാര് പേടിച്ച് നിലവിളിച്ചു. അവർ ഈശോയെ വിളിച്ച് ഉണർത്തിയിട്ട് പറഞ്ഞു, ഗുരു രക്ഷിക്കണേ, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു. ഈശോ എഴുന്നേറ്റ് അവരെ അല്പം ശാസിച്ചുകൊണ്ട് കാറ്റിനോടും കടലിനോടും പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ അതെ കർത്താവ് നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിലേക്ക്, വഞ്ചിയിലേക്ക്, അഥവാ നമ്മുടെ കുടുംബമാകുന്ന വള്ളത്തിലേക്ക്, വഞ്ചിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെയുള്ള എല്ലാ തിരമാലകളെയും കാറ്റിനെയും കോളിനെയും ഒക്കെ ശാസിച്ച് അടങ്ങുക, ശാന്തമാവുക എന്ന് പറയുന്ന രാത്രിയാണ്. നമുക്കറിയാം, കർത്താവ് നമുക്ക് ശാന്തത നൽകി കഴിയുമ്പോൾ, കർത്താവ് കൽപ്പിച്ചു കഴിയുമ്പോൾ എല്ലാം ശാന്തമാകും. എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും അതെ കർത്താവിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ അതിനെയെല്ലാം ശാന്തമായി സ്വീകരിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അതെ, ഈ ജീവിതത്തിലുള്ള നമ്മുടെ ഈ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും വേദനകളെയും തിരമാലകളെയും തരണം ചെയ്തുകൊണ്ട് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന, കർത്താവ് നമുക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നിത്യഭാഗ്യത്തിലേക്ക് പോകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിനു വേണ്ടി, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഭോഷന്മാരാണ്. നിങ്ങളുടെ പൗരത്വം ഇവിടെയല്ല, അത് സ്വർഗത്തിലാണ്. അതെ, നമ്മുടെ ജീവിതങ്ങൾ സ്വർഗത്തിലേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടതാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ് നാം ഓരോരുത്തരും. അതിനാൽ ഇവിടെയുള്ള നമ്മുടെ ജീവിതമാകുന്ന ഈ യാത്രയിലുള്ള കൊച്ചു തിരമാലകൾ, കൊച്ചോളങ്ങൾ, ഇതെല്ലാം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ തിരമാലകളിൽ, എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ, എൻ്റെ കൊച്ചുവള്ളത്തിൽ എൻ്റെ കർത്താവ് ഉണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. അതാണ് അവിടുന്ന് വചനത്തിലൂടെ പറയുന്നത്, നീ ആഴിയിലൂടെ നടന്നാലും നീ മുങ്ങിപ്പോവുകയില്ല. നീ സമുദ്രത്തിലൂടെ പോകുമ്പോൾ ഒരിക്കലും നീ മുങ്ങിപ്പോവുകയില്ല. നീ അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. കാരണം നിന്റെ കർത്താവായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ വലിയ പ്രത്യാശയോടെ നമുക്ക് കർത്താവിൻ്റെ മുൻപിലായിരിക്കാം. എൻ്റെ ജീവിതമാകുന്ന വഞ്ചി ഒരിക്കലും തകർന്നു പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കുകയില്ല.
എൻ്റെ ജീവിതമാകുന്ന വള്ളം ഒരിക്കലും നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഇവിടെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. എന്നാൽ ഞാൻ എൻ്റെ കർത്താവിനെ നോക്കി യാത്ര ചെയ്യും. ഞാൻ എൻ്റെ കർത്താവിനെ നോക്കി യാത്ര ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വലിയ സന്തോഷത്തോടെ അതെ കർത്താവ് നമുക്കായിട്ട് ഒരുക്കുന്ന ആ ഭവനത്തെ കണ്ടുകൊണ്ട്, യേശു നമുക്കായിട്ട് ഒരുക്കുന്ന ആ നിത്യഭവനത്തെ കണ്ടുകൊണ്ട്, ആ ഭവനത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയെ, നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് വീണ്ടും നമുക്ക് പാടി ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട. നിന്റെ ജീവിതത്തിലെ എല്ലാ ഓളങ്ങളെയും നീ നിമിഷങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുക. ജീവിതത്തിലെ തിരമാലയുടെ അനുഭവങ്ങളെ നീ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുക. ഈ രാത്രിയിൽ വലിയൊരു ശാന്തത കർത്താവ് നിനക്ക് നൽകും. പുതിയൊരു പ്രത്യാശ കർത്താവ് നിനക്ക് നൽകും. എല്ലാം സമർപ്പിച്ച് കർത്താവിന്റെ മുമ്പിൽ സന്തോഷത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. കരങ്ങളടിച്ച് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഇരുവശങ്ങളിലും കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. വലിയ ആനന്ദത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ, പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ, ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ ഉറമുഖത്ത്. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കരങ്ങൾ താഴ്ത്തിയടിച്ച് സന്തോഷത്തോടെ പാടാം. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്,
യോർദാൻ കടക്കുമ്പോഴും അവിടെയും വിശ്വാസി ഭയപ്പെടേണ്ട. യോർദാൻ കടക്കുമ്പോഴും അവിടെയും വിശ്വാസി ഭയപ്പെടേണ്ട. മരണത്തെ ജയിച്ചേശു കൂടെയുണ്ട്, ഉയർപ്പിക്കും കാഹള ധ്വനിയതിങ്കൽ. മരണത്തെ ജയിച്ചേശു കൂടെയുണ്ട്, ഉയർപ്പിക്കും കാഹളധ്വനിയതിങ്കൽ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. യേശുവേ, കർത്താവിനെ ആരാധിക്കാം. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. ആരാധന യേശുവേ, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. ശാന്തമായി നമുക്ക് കർത്താവിന്റെ സന്നിധിയിലിരിക്കാം. ഹല്ലേലൂയ.